ആരെ ഏട്ടാ അപ്പോയിന്റ് ചെയ്തേ? നിന്റെ ഏട്ടത്തെ രണ്ടുപേരും റെക്കമെൻഡ് ചെയ്തായിരുന്നു. ആരോ ചേട്ടാ രണ്ടുപേരും? അത് ഫാക്ടറി വർക്ക് ചെയ്യുന്ന 2 വർക്കേഴ്സിന്റെ ഭാര്യമാരാ. ആരാ എന്തെന്നൊന്നും അറിയാതെ ഏട്ടത്തി പറഞ്ഞൊന്നും പറഞ്ഞ് ഏട്ടന്റെ ഇഷ്ടത്തിന് അവരങ്ങ് അപ്പോയിന്റ് ചെയ്തോ? ആ ജോലി നീ അല്ലടാ എന്നെ ഏൽപ്പിച്ചത്. ഭാവനയ്ക്ക് പരിചയമുള്ള 2 പേർക്ക് ജോലി വേണമെന്ന് പറഞ്ഞു. അവരെയാ ഞാൻ അപ്പോയിന്റ് ചെയ്തത്. അവരാരാന്ന് എനിക്ക് കാണണം. ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാം സാർ. താങ്ക് യു സാർ. ഓരോ ചെറിയ കാര്യങ്ങൾക്ക് എന്റെ മേലിൽ കുറ്റം ആരോപിക്കുന്നേ നല്ല കാര്യമല്ലെങ്കിൽ. വീട്ടിലായാലും ഇവിടെ ആയാലും നീ എന്നെ ഇൻസൾട്ട് ചെയ്യണം. ഭാസ്കരേട്ട ഇത് ഫാക്ടറിയാണ്, കോടികളുടെ ബിസിനസ് ആണ്. ചെറിയൊരു തെറ്റ് സംഭവിച്ചാലും അത് ബാധിക്കും. അതൊന്നും എനിക്ക് അറിയില്ലെന്നാണോ കാർത്തിക് വിചാരിക്കുന്നേ? സത്യമായിട്ട് ഏട്ടന് ഒന്നും അറിയില്ല. ഇനി ഒരു തവണ കൂടി നീ അങ്ങനെ പറയരുതെങ്കിൽ. ഏട്ടന് അപ്പോയിന്റ് ചെയ്ത ആൾക്കാരെ കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. വസുന്ധര, പത്മാവതി, നിങ്ങൾ രണ്ടുപേരെ ഓണേഴ്സ് വിളിക്കുന്നു. എന്തിനാ അവരെ വിളിക്കുന്ന മാനേജർ സാർ? ഇവരെ സാറിന്റെ മാഡത്തിന് ഒന്ന് കാണണമെന്ന്. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. വാ വസുന്ധര. അഭിരാം, നീ വരണ്ട, ഞാൻ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ വരൂ. ചേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ ലീഡറെല്ലാം നോക്കിക്കോളും. എന്ത് പ്രശ്നം വന്നാലും പുള്ളി നോക്കിക്കോളും. അവർ വന്നിട്ടുണ്ട് സാർ. ഭാവന റെക്കമെൻഡ് ചെയ്തത് വസുവിനെയാണോ? ബൊട്ടേക്കിൽ വന്ന മാഡം എന്താ ചേച്ചി ഇവിടെ നിൽക്കുന്നേ? നമ്മുടെ അഖിൽ സാറിന്റെ വൈഫാ അത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ജോലി പോകൂ. ലേഡി വർക്കേഴ്സിനോട് വരാൻ പറഞ്ഞ എന്തിനാ സാർ? ഇവരാണോ പുതുതായി വന്ന ലേഡി വർക്കേഴ്സ്? അതെ സാർ. വസുന്ധര, പത്മാവതി. നമസ്കാരം സാർ. നമസ്കാരം മാഡം. നമസ്കാരം. ഭാവന എന്നെ ഇങ്ങനെ കുഴപ്പത്തിലാക്കിയല്ലോ. വീട്ടിൽ ചെല്ലട്ടെ, അവക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട്. ഇവർക്ക് ജോലിയൊക്കെ അറിയാമോ? 2 ദിവസം ട്രെയിനിങ് കൊടുക്കാം മാഡം. കഷ്ടം. ഇവരെ കണ്ടിട്ട് ഇവിടുത്തെ ജോലിയൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കും. പറ്റില്ല സാർ. എഗ്രിമെന്റ് പേപ്പറിൽ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ പേപ്പറിൽ സാറിന്റെ ചേട്ടൻ കയ്യൊപ്പിട്ടെന്ന് മാനേജർ സാർ പറഞ്ഞിട്ടുണ്ട്. ശരിയായ കാരണം കൂടാതെ ഇവരെ ജോലിയിൽ നിന്നും പുറത്താക്കാൻ കഴിയില്ല. ഇവിടെ ഞങ്ങളുടെ ഡിസിഷൻ ആണ് ഫൈനൽ. മാനേജർ സാർ മാഡത്തിന് പറഞ്ഞ് മനസ്സിലാക്കണം. സോറി മാഡം. ലേബർ ആക്ട് പ്രകാരം അപ്പോയിന്റ് ചെയ്ത് എഗ്രിമെന്റ് സൈൻ ചെയ്ത ശേഷം വർക്കേഴ്സിനെ അങ്ങനെ പിരിച്ചുവിടാൻ കഴിയില്ല. അതിന് ഒരുപാട് പ്രോസസ് ഉണ്ട്, സമയമെടുക്കും. മാനേജർ, നിങ്ങൾ ഓക്കെ, അവരോട് പോയി ജോലി ചെയ്യാൻ പറയൂ. നിങ്ങൾ വരും. മാനേജർ, നിങ്ങളും പൊയ്ക്കോളൂ. ഓക്കെ മാഡം. എന്താ ഏട്ടൻ ഈ കാണിച്ചത്? അവരെ എന്തിനാ അപ്പോയിന്റ് ചെയ്തേ? വിവരമുണ്ടോ ഏട്ടന്? നിന്റെ ഏട്ടത്തെ റെക്കമെൻഡ് ചെയ്തത് വസുവിനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നടാ. ഏട്ടത്തെ റെക്കമെൻഡ് ചെയ്യുമ്പോ അവിടെ വെച്ച് എന്നെ മനസ്സിലാക്കണ്ടായിരുന്നോ? തലയിലെ കളിമൺ ഇതുവരെ മാറിയിട്ടില്ല. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കെങ്കിൽ ഞാൻ നിന്റെ ചേട്ടനാണ്. ഞാൻ ഈ ഫാക്ടറിയുടെ ഓണറാ. ഈ ഫാക്ടറി എന്റേതാ. മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോ നോക്ക്. എന്താടാ തെമ്മാടിത്തരം പറയുന്നോ? ഈ ഫാക്ടറിക്ക് ഞാനും കൂടെ ഓണറാടാ. എനിക്കുണ്ട് ഇതിൽ ഷെയർ. എന്നോട് ഇറങ്ങി പോകാൻ പറയാനുള്ള അവകാശം നിനക്കില്ല. എന്റെ കോളറിൽ പിടിക്കാൻ ധൈര്യമുണ്ട് നിനക്ക്? വിടണം. അഖിൽ, നീ എന്റെ കഴുത്തി പിടിക്കുന്നല്ലേ? അഖിൽ, എന്റെ ദേഹത്ത് കൈവയ്ക്കുമല്ലേ? അഖിൽ വിട്. എന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാകൂടാ. അഖിൽ എന്തായി കാണിക്കുന്നേ? നീ എന്റെ ദേഹത്ത് കൈവയ്ക്കുമല്ലേ? അഖിൽ, അഖിൽ, ഭാസ്കരേട്ടനെ വിട്. വിട്.
സോറി ഭാസ്കരേട്ടാ, അഖിലിന് അബദ്ധം പറ്റിയതാ. ഐ എം റിയലി സോറി. ഇയാളോട് നീ എന്തിനാണ്ടി സോറി പറയുന്നേ? ഷട്ടപ്പ് അഖിൽ, നീ ചെയ്തത് തെറ്റാണ്. അങ്ങനെ പറയേ കാർത്തിക. അങ്ങനെയെങ്കിലും അവന്റെ ബുദ്ധി ഉണ്ടാവട്ടെ. ബുദ്ധിയില്ലാത്തത് തനിക്കാടോ, എനിക്കല്ല. സ്റ്റോപ്പ് ഇറ്റ് അഖിൽ. നീ എന്റെ കൂടെ വാ. വാ, വരാൻ. ഇങ്ങോട്ട് വാ. എനിക്ക് ശേഷം ജനിച്ചവൻ എന്നെ ബുദ്ധി ഉപദേശിക്കുന്നു. എത്ര നാൾ സഹിക്കൂവനെ? വിടണേ എന്നെ. അയാൾ ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് എന്നെ ഇതിനെ വഴക്ക് പറയുന്നേ? ഭാസ്കരേട്ടൻ നിന്റെ കോളറിൽ കയറി പിടിച്ചു. നീ ഭാസ്കരേട്ടന്റെ കഴുത്തിൽ പിടിച്ചു. ഇതൊന്നും ശരിയല്ല അഖിൽ. അവൻ എന്റെ കോളറിൽ പിടിക്കാം, എനിക്ക് തിരിച്ച് കഴുത്തി പിടിച്ചോടല്ലേ? അങ്ങനെ പിടിക്കാൻ പാടില്ല. പിൻ കഴുത്തിൽ പിടിച്ച് പുറത്താക്കിയിരിക്കണം. നീ കേട്ടത് ശരിയാണ് അഖിൽ. ഭാസ്കരേട്ടൻ അത്രയ്ക്ക് പാവമൊന്നുമല്ല. നല്ല ബുദ്ധി പ്രയോഗിച്ച അഭിയേട്ടനെയും വസുവേട്ടത്തെയും ഈ ഫാക്ടറിക്കുള്ളിൽ കയറ്റിയത്. ഇതിന്റെ പുറകിൽ ഭാവനേട്ടത്തിയുടെ മാസ്റ്റർ മൈൻഡാണ്. അവർ 4 പേരും ചേർന്ന് നിന്നെ ഈ ഫാക്ടറിയിൽ നിന്നും പുറത്താക്കുന്നതിന് മുൻപ് നല്ലൊരു സമയം നോക്കി നമ്മുടെ സ്വത്ത് മുഴുവനും നമ്മുടെ പേരിലാക്കിയിട്ട് ഭാസ്കരേട്ടനെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കണം. പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ പിന്നീന്ന് ഇത്രയും വലിയ ചതിയാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ശുദ്ധമണ്ട നീയാണ്. നിനക്ക് ഏത് തരത്തിലുള്ള ആളാണെന്ന് ഒരു ചുക്കും അറിയില്ല. അതിന് കുഴപ്പമില്ല. നിന്നെ സഹായിക്കാൻ ഞാനും എന്റെ മോമും ഉണ്ടല്ലോ. നിന്നെ രാജാവാക്കി മാറ്റും. ആ 2 ഏട്ടന്മാരെയും ഏട്ടത്തിമാരെയും ചവിട്ടി പുറത്താക്കും. താങ്ക്സ് കാർത്തിക. എന്താ ചേട്ടാ, ഓണേഴ്സ് എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഭാര്യമാരിവിടെ ജോലി ചെയ്യുന്നത് ഓണേഴ്സിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. പുറത്താക്കണമെന്ന് അവർ പറയുന്നത്. ചേട്ടാ അപ്പൊ എന്ത് ചെയ്യും? ഞാൻ വെറുതെ ഇരിക്കുവോ? എഗ്രിമെന്റും അപ്പോയിന്റ്മെന്റ് ലെറ്ററും കാണിച്ച് അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നത് നടക്കാത്ത കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. വേറെ വഴിയില്ലാതെ അവർ സമ്മതിച്ചു. ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. ഞാൻ പറഞ്ഞല്ലേ ചേട്ടാ, നമ്മുടെ ലീഡറെല്ലാം നോക്കിക്കോളൂന്ന്. ചേട്ടൻ കൂടിയുള്ളപ്പോൾ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എപ്പോഴും ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്യണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ നിങ്ങൾ സഹായിക്കണം കേട്ടോ. എന്ത് കാര്യത്തിലാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് ചേട്ടാ? വഴിയെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. അപ്പോ നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ നിൽക്കണം. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. ചേട്ടനെന്താ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല ചേട്ടാ, ഇടയ്ക്കിടയ്ക്ക് ഈ ഓണേഴ്സും വർക്കേഴ്സും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ലീഡറിന് ജോലിക്കാരെന്ന് വെച്ച ജീവനാ. നമ്മൾ ലീഡർക്ക് സപ്പോർട്ടായിട്ട് നിന്നാൽ പിന്നെ ഓണേഴ്സിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാ പറഞ്ഞിട്ട് പോയെ. വസുന്ധരെ, നിങ്ങൾ എന്തിനാ വിളിപ്പിച്ചത്? ഒന്നുമില്ല ഏട്ടാ. വേണ്ടടോ, ഇത് ഫാക്ടറിയാ. ആരെങ്കിലുമൊക്കെ കാണും. പക്ഷെ കൊമ്പുള്ള ഏട്ടന്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് പറ്റില്ല. വീട്ടിൽ പോയിട്ട് അതൊക്കെ നോക്കാന്നേ. അതിനു മുന്നേ ഏട്ടന് കൊമ്പ് മുളച്ചാലോ? അത്ര വേഗം മുളയ്ക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ആർക്കറിയാം? എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വിശ്വസിക്കില്ല. ആ രവി, ഇവര് 2 പേരെയും കൊണ്ട് പാക്കിംഗ് സെക്ഷനിലാക്കിയിടുക. ശരി ചേട്ടാ. പത്മവ താൻ ചെല്ലു. വായിച്ചി. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കല്ലേ? വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഞാനത് കാണുന്നുണ്ട്. എന്തിനാടി എന്നെ ഇങ്ങനെ മണ്ടനാക്കിയത്? ഫാക്ടറിയിൽ ജോലിക്ക് വരുന്നത് വസുവാണെന്ന് നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? എന്നെ എന്തിനെങ്ങനെ നാണം കെടുത്തിയതെന്ന്? എന്താ ഏട്ടാ പറ്റിയത്? അഖില ഏട്ടനെ വഴക്ക് പറഞ്ഞായിരുന്നോ? എല്ലാവരുടെയും മുൻപിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയോ? അവനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? മാത്രമല്ല, ഞാൻ അവന്റെ ചേട്ടനല്ലേ. ഫാക്ടറിയിൽ അവൻ എത്ര ഷെയർ ഉണ്ടോ അതേ അളവിൽ എനിക്ക് ഷെയർ ഉണ്ട്. ഞാൻ എന്ത് ചെയ്താലും അത് ചോദിക്കാൻ ആരുമില്ല. അപ്പോ നാണം കിടേണ്ടി വന്നു എന്ന് പറഞ്ഞതോ? വസു ജോലിക്ക് വേണ്ടി അവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. പിന്നെ സ്വത്തുക്കളെല്ലാം നമുക്ക് തന്നിട്ട് വസു അബി എങ്ങനെയാ ജീവിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഒരു ജോലി ചെയ്തല്ലേ പറ്റൂ. നമ്മുടെ ഫാക്ടറി തന്നെ ജോലി ചെയ്യണോ? അവർക്ക് വേറെ ഒരിടത്തും ജോലി കിട്ടില്ലേ?
അല്ലെങ്കിൽ തന്നെ അഭിയുണ്ട്. പിന്നെ വസുവും കൂടി നമ്മുടെ ഫാക്ടറി വരണോ? ഇത് ഞാൻ പറഞ്ഞതല്ല, അഖില് പറഞ്ഞതാ. ഏട്ടൻ എന്താ വിചാരിക്കുന്നേ? അത് ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ഏട്ടന് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഇല്ലല്ലോ. ആദ്യം ഏട്ടന് സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാവണ്ടേ. കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, ദാനം കിട്ടിയ സ്വത്ത് സൂക്ഷിക്കാനും അറിയില്ല. നീ ഇതെന്താ ഭാവന പറയുന്നേ? നാളെ തന്നെ പകുതി സ്വത്ത് വാങ്ങിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാന്നാ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നേ. നടക്കുന്ന കാര്യം എന്തെങ്കിലും പറ. അതെന്താ, എന്നെ കൊണ്ടൊരു ബിസിനസ് ചെയ്യാൻ കഴിയില്ലെന്നാണോ? ബിസിനസ് ചെയ്യണമെങ്കിൽ അതിന് സ്വത്ത് വേണോ ഏട്ടാ? അപ്പോ എനിക്ക് പകുതി സ്വത്ത് കിട്ടില്ലെന്നാണോ? മുൻപോട്ട് ചെല്ലുന്തോറും ഏട്ടൻ എന്നത് മനസ്സിലാവും. എനിക്ക് എന്ത് മനസ്സിലാവുന്നാ? ഈയിടെയായിട്ട് മനസ്സിലാക്കി തുടങ്ങിയല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകുന്തോറും കൂടുതൽ മനസ്സിലാവും. ഒന്ന് മനസ്സിലാവുന്ന രീതി പറയേ. ആ കാർത്തികയെ നോക്ക്, അഖിലിന് അവൾ എന്തുമാത്രം സഹായിക്കുന്നുണ്ട്. നീ എന്താന്ന് വെച്ചാ എപ്പോഴും എന്നെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഐഡിയ പോലും പറഞ്ഞു തരില്ല. പറഞ്ഞാൽ അത് സ്വീകരിക്കോ? എന്തുകൊണ്ട് സ്വീകരിക്കില്ല? അങ്ങനെയാണെങ്കിൽ അബിയുടെ സ്വത്ത് അബിക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. അബിക്ക് ഈ വീട് കൊടുത്തിട്ട് നമുക്ക് വേറെ വീട്ടിൽ താമസിക്കാം. അഖിലിനെ തല്ലിയെങ്കിലും നല്ല വഴിക്ക് കൊണ്ടുവരണം. ഇതെല്ലാം ഏട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെന്ന് പറയേട്ടാ. ഈ ഒരു ജോലി എനിക്ക് വാങ്ങിത്തരൂ. അബി ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണെന്ന് വസു എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു. ഒരു വലിയ കുളത്തെ ദാനം ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളത്തിന് യാചിച്ചാൽ എങ്ങനെ ഇരിക്കുവോ? എനിക്ക് അങ്ങനെയാ തോന്നിയത്. അതുകൊണ്ടാ ഞാൻ ഏട്ടനോട് കള്ളം പറഞ്ഞത്. അബിയും വസുവും ഫാക്ടറിയിൽ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നും ഉണ്ടാവില്ല. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ ജോലിന്ന് പറഞ്ഞുവിട്. കഷ്ടപ്പെടുന്നവരെവിടെ ചെന്നാലും അവർക്ക് ജോലി കിട്ടുക തന്നെ ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞ കള്ളത്തെ പറ്റിയല്ല, അഖിലേട്ടന്റെ അച്ഛനോട് പറഞ്ഞ കള്ളത്തെ പറ്റി നന്നായിട്ട് ആലോചിക്ക്. അച്ഛൻ നാളെ എവിടെ എത്തും? അദ്ദേഹത്തോട് എന്ത് മറുപടി പറയും എന്നതിനെ പറ്റി ആലോചിക്കേ. ചേച്ചി, എന്താ പത്മ? ചേച്ചിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയോ? എന്താ ചോദിക്കാൻ കാരണം? അതല്ല ചേച്ചി, അഭിയേട്ടനെ ഇരുത്തിക്കൊണ്ട് ചേച്ചിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റുമോ? എന്നെ ഇരുത്തിക്കൊണ്ടെന്നപ്പോ നീ ഓടിക്കടി. ആ, എന്നെ കൊണ്ട് പറ്റില്ല. വെറുതെ എങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. ആദ്യം നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേ. അപ്പോ ഏട്ടനൊരു കാറ് വാങ്ങിക്കേ, എന്നിട്ട് ഞാൻ ഓടിക്കാം. കാറ് മതിയോ? ഒരു വിമാനമായാലോ? വിമാനമാണെങ്കിൽ ചവിട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതും എനിക്ക് ഓക്കെയാണ്. എന്തായാലും ആഗ്രഹം കൊള്ളാം. പ്ലെയിനിൽ കയറാൻ പോലുള്ള ഭാഗ്യമില്ല, പിന്നെ ഇനി പ്ലെയിൻ വാങ്ങാൻ പോന്നെ. ആ ചേച്ചി, നിങ്ങൾ എപ്പോഴെങ്കിലും വിമാനത്തിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. അഭിചേട്ടാ, നിങ്ങളോ? എന്റെ പൊന്നെ, ഒന്നും മിണ്ടാതിരടി. നീ നിന്റെ ഓരോ ചോദ്യങ്ങളും. അല്ലേട്ടാ, കുട്ടികളുടെ കാര്യം എങ്ങനെയാ? സ്കൂളിൽ നിന്ന് അവരെ ആരാ വിളിച്ചോണ്ട് വരുന്നേ? ഒരു ഓട്ടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് രവി. ഉണ്ണി കൂടെ നിന്ന് അവരെ രണ്ടുപേരും കൂട്ടിക്കൊണ്ടു വന്നോളൂ. ഉണ്ണി നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. ഞങ്ങൾക്കും അതുപോലൊരു കുട്ടിയാ വേണ്ടത്. ഉണ്ണിക്ക് കിട്ടിയ ബുദ്ധിയൊക്കെ അവന്റെ അമ്മയുടെ കിട്ടിയതാ. നന്നായിട്ട് അവനെ വളർത്തിയിരിക്കുന്നത്. ചേച്ചിയല്ലേ ആള്, പിന്നെ അങ്ങനല്ലേ വരൂ. ചേച്ചി, ഇനി ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴേ ചേച്ചിയുടെ കൈ കൊണ്ടുതരും. ചേച്ചിയാ പിന്നെ നോക്കേണ്ടത്. ആഹാ, നമ്മുടെ കുട്ടികളെ നോക്കുന്നതല്ലാതെ ചേച്ചിക്ക് വേറെ ജോലി ഇല്ലെന്ന് വിചാരിച്ചോ? നന്നായിട്ട് വളർത്തുവാണേ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. അല്ലെങ്കിൽ മോശം രീതി വളർന്ന് വലുതായി ഒന്നിനും കൊള്ളാത്തവന്മാരിട്ട് മാറും, നമ്മുടെ ഓണേഴ്സിനെ പോലെ. അവരുടെ കയ്യിൽ കുറച്ച് കാശുണ്ടെന്നല്ലാതെ ഒരല്പം പോലും മനസാക്ഷിയോ ബുദ്ധിയോ സ്നേഹമോ ഇതൊന്നും അവർക്കില്ല. അതെ ഏട്ടാ, അഭിയേട്ടനെ പോലൊരു ഓണർ ആയിരുന്നെങ്കിൽ വർക്കേഴ്സിനൊക്കെ എന്ത് സന്തോഷമായിരിക്കും. എന്തോ ദൈവം നല്ലവർക്കൊന്നും പണം കൊടുക്കാറില്ല, പണമുള്ളവർക്ക് നല്ല സ്വഭാവവും കൊടുക്കില്ല. ശരിയല്ലേ വസുന്ധരേച്ചി? അതെ പത്മ, കാശ്, നല്ല സ്വഭാവം ഇതൊക്കെ ഉള്ളവരെ മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, ദൈവമെന്നേ പറയൂ. എന്താണെന്നറിയോ, ഈശ്വരൻ ഒന്നും വെച്ചിരിക്കില്ല. തന്നോട് ചേർന്നിരിക്കുന്നവർക്ക് ഈശ്വരൻ എല്ലാം കൊടുക്കും.
ഈശ്വരന് മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാകുമോ എന്തോ. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് ആ ഈശ്വരനെ തന്നെ തോൽപ്പിക്കണമെന്നാ മനസ്സിലിരിപ്പ്. മനുഷ്യനായി പിറന്ന ഏതോ ഒരു ദൈവത്തെക്കുറിച്ച് ചേച്ചി പറയുന്നതായിട്ടാ എനിക്ക് തോന്നുന്നേ. അങ്ങനെ ഒരു ഈശ്വരനുള്ളത് കൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നടന്നാ മതി. വാ കയറിങ്ങോട്ട് പോവാം നമുക്ക്. എന്തുപറ്റി രവി? ദേ നമ്മുടെ സ്പോട്ടെത്തി. സ്പോട്ടോ? ഏട്ടൻ ദിവസവും ഇവിടെ നിന്നാണോ പൂ വാങ്ങിക്കൊണ്ട് വരുന്നേ? അതെ. ആ, ഞാൻ ചെന്ന് 2 മുഴം വാങ്ങട്ടെ. നിക്ക്. ആ, എന്താ ഏട്ടാ? നിനക്ക് എല്ലാ ദിവസവും ആരാ പൂ വാങ്ങി തരുന്നേ? ഏട്ടൻ തന്നെ. പിന്നെന്തിനാ ഇപ്പൊ നീ വാങ്ങാൻ പോകുന്നത്? ചേച്ചി 2 മുഴം എടുത്തോ. ദിവസവും 2 മുഴമല്ലേ വാങ്ങിക്കുന്നേ? ഇന്നൊരു 3 മുഴം ആക്ക്. മുഴം കൂടുന്തോറും ചേച്ചിക്കല്ലേ ലാഭം, അല്ലാതെ എനിക്കെന്ത് ലാഭം? പെട്ടെന്ന് കുട്ടികളുണ്ടാവും മോനെ. ആ എന്നാ പിന്നെ ഒരു 4 മുഴം അങ്ങെടുത്തോ. ഇനി പോവാലോ. ആ, നിക്കേട്ടാ, ചേട്ടനും ചേച്ചി പൂ വാങ്ങിയില്ലല്ലോ. അവര് പൂ വാങ്ങിച്ചോളൂടി. ചേച്ചിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാ, ചേട്ടനാണെങ്കിൽ നാണോ. നമ്മളിങ്ങനെയൊന്നും അവര് പൂ വാങ്ങില്ല. ഓ, ഗുഡ് നൈറ്റ് ചേട്ടാ. ചേച്ചി ഗുഡ് നൈറ്റ്. രവി എന്താ മോനെ, നിനക്ക് എത്ര മുഴം പൂവാ വേണ്ടത്? എന്താ ഇത്, ഇത്ര മുഴം വേണോന്നോ? ഏട്ടനങ്ങ് പറഞ്ഞൂടെ? ഒന്നും പറയുന്നില്ലല്ലോ. എത്ര മുഴം വേണമെന്ന് ഇവളല്ലേ പറയേണ്ടത്? രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് എന്താ? എത്ര മുഴം വേണോന്ന് പറയേ. എന്താ മോനെ, ഭാര്യയ്ക്ക് തലയിൽ വെക്കാൻ നിറയെ പൂ വാങ്ങി കൊടുക്ക്. വസുന്ധര ഇറങ്ങ. രണ്ടു മുഴം തന്നോളൂ. 2 മുഴം മതിയാവില്ലല്ലോ മോനെ. ഞങ്ങൾക്ക് കുട്ടികളുണ്ട്. കുട്ടികളുണ്ടെന്ന് വെച്ച് ഭാര്യയ്ക്ക് തലനിറയെ വെക്കാൻ പൂ വാങ്ങി കൊടുത്തൂടെ? ശരി, 4 മുഴം തന്നേക്ക്. ഒന്ന് പൊതിഞ്ഞു തരൂ. ഇപ്പൊ തന്നെ തലയിൽ വെച്ചു കൊടുക്കും മോനെ. ഇപ്പോഴോ? ഇവിടെ വെച്ചോ? വീട്ടിലായാലും മോൻ തന്നെയല്ലേ വെക്കേണ്ടത്. എവിടുന്ന് വെച്ചാലെന്താ? വാങ്ങിച്ചോളൂ.
രണ്ടുപേരും നല്ല ചേർച്ചയാ. രാമനും സീതയും പോലെയും ശിവനും പാർവതിയും പോലെയുണ്ട്. നിങ്ങൾക്ക് ആരുടെയും കണ്ണുവിടാതിരിക്കട്ടെ. ജയന്തി, ജയന്തി,